സദ്യക്കൂട്ടിലെ ഇന്നത്തെ റെസിപ്പി എരിശ്ശേരിയാണ്. ഇതും പല നാട്ടിൽ പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് മത്തങ്ങയും കായും വൻപയറും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഇഷ്ടം. ഒരു വലിയ മത്തങ്ങയുടെ 1/4 ഭാഗവും 3 ഏത്തക്കായും 1 കപ്പ് പയറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4-5 മണിക്കൂർ കുതിർത്ത് വെച്ച പയറാണിത്. കുക്കറിലേക്ക് കുതിർത്ത് വെച്ച പയറും 1 കപ്പ് വെള്ളവും ചേർത്ത് 2 വിസിൽ. മത്തങ്ങ കുറച്ച് വലിയ പീസായി കട്ട് ചെയ്തതും ക്യൂബായി കട്ട് ചെയ്ത കായയും കൂടെ നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് 2 വിസിൽ കുക്ക് ചെയ്തെടുക്കാം. പയർ വേവിക്കുമ്പോൾ പൊടികളോ ഉപ്പോ ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നത്. കുറച്ചുകൂടെ വിളഞ്ഞ മത്തങ്ങയാണ് ഇതിന് നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. 1/2 കപ്പ് തേങ്ങ എണ്ണയൊന്നും ചേർക്കാതെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ബ്രൗൺ കളറാക്കി നമുക്ക് എടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പും കൂടെ റെഡിയാക്കാനുണ്ട്. 1/4 കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ജീരകവും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ കുറച്ച് തരിതരിയായി അരച്ചെടുക്കുക. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് മത്തങ്ങയും കായും പയറും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. തേങ്ങയുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുള്ളി, കറിവേപ്പില, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം മുളക് പൊടിയും കൂടെ താളിക്കുന്നതിനോടൊപ്പം നമുക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.